नमस्ते प्रिय छात्राः, रुद्र आर्ट स्कूल प्रति सर्वेषां सुस्वागतम्। कुड्मलं नामक तृतीय एककाद् प्रथमपाठभागं मयूरशिखां वयं पूर्णतया पठितवन्तः। अधुना अग्रिमं पाठभागं प्रति गच्छामः। नियम्यतां स्वयं। पाठस्य नाम नियम्यतां स्वयं। സ്വയം നിയന്ത്രിക്കുക എന്നതാണ് നിയമ്യതാം സ്വയം എന്ന ആ ഒരു ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ പാഠത്തിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പാഠപ്രവേശഃ മാനവാനാം പ്രഗത്यै യോഗക്ഷേമായ ച ഭവന്തി സർവാണി ശാസ്ത്രാണി. മാനവാനാം പ്രഗത്यै, മാനവന്മാരെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ പുരോഗതിക്കും, പുരോഗതിക്കും യോഗക്ഷേമായ, യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താ? അലബ്ധാനാം യോഗം ലബ്ധാനാം ക്ഷേമം. അതായത് ലഭിക്കാത്തതിനെ നേടിയെടുക്കലും ലഭിച്ചതിനെ സംരക്ഷിക്കലും നിലനിർത്തലുമാണ് യോഗക്ഷേമം എന്ന് പറയുന്നത്. അപ്പോ മനുഷ്യരുടെ പുരോഗതിക്കും യോഗക്ഷേമത്തിനും വേണ്ടിയാണ് എന്ത്? സർവാണി ശാസ്ത്രാണി, എല്ലാ ശാസ്ത്രങ്ങളും. പരന്തു തേഷാം ആത്യന്തിക ലാഭഃ ജീവിനാം സൗഖ്യമേവ. അതിൻ്റെയൊക്കെ വളരെ അങ്ങേയറ്റത്തിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളുടെ, മനുഷ്യരുടെ സൗഖ്യമേവ, സുഖം എന്നതാണ്. കാവ്യാദീനാം അധ്യയനസ്യാപി ലക്ഷ്യം ഏതദേവ. കാവ്യങ്ങളൊക്കെ നമ്മൾ അധ്യയനം ചെയ്യുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ അതിൻ്റെ ലക്ഷ്യവും, കാവ്യങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ലക്ഷ്യവും ഇത് തന്നെയാണ്. മാനസോല്ലാസ വിവർദ്ധനായ ഉപയുക്താനി ഉപദേശരൂപാണി കാനിചന പദ്യാനി പഠാമഹ. മാനസോല്ലാസ വിവർദ്ധനായ, മനസ്സിന്റെ സന്തോഷം വർദ്ധിപ്പിക്കാനായിട്ട് ഉപയുക്താനി, ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഉപദേശരൂപാണി, ഉപദേശരൂപത്തിലുള്ള കാനിചന പദ്യാനി പഠാമഹ. കുറച്ച് പദ്യങ്ങൾ നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാമെന്നാണ് പറയുന്നത്. ആമുഖം. പഞ്ചമഹാകാവ്യാനി സംസ്കൃത സാഹിത്യെ അതിപ്രസിദ്ധാനി ഭവന്തി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പഞ്ചമഹാകാവ്യങ്ങൾ അല്ലെ. പഞ്ചമഹാകാവ്യങ്ങൾ ഏതൊക്കെയാണ്? രഘുവംശം, കുമാരസംഭവം, കിരാതാർജുനീയം, ശിശുപാലവധം, നൈഷധീയചരിതം. അങ്ങനെയാണ് 5 മഹാകാവ്യങ്ങളെ സംസ്കൃതത്തിൽ പറയുന്നത്. അത് വിശദമായിട്ട് നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ടാവും. ഏതായാലും പഞ്ചമഹാകാവ്യങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കുക. പഞ്ചമഹാകാവ്യാനി സംസ്കൃത സാഹിത്യ അതിപ്രസിദ്ധാനി ഭവന്തി. ഈ പഞ്ചമഹാകാവ്യങ്ങൾ സംസ്കൃത സാഹിത്യത്തിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ളതാണ്. തേഭ്യോ മഹാകാവ്യേഭ്യഃ പൂർവം കാനിചന കാവ്യാനി വിരചിതാനി ഭവന്തി. ഈ മഹാകാവ്യങ്ങൾക്ക് മുൻപ് തന്നെ കാനിചന കാവ്യാനി, ചില കാവ്യങ്ങളൊക്കെ വിരചിതാനി ഭവന്തി, രചിക്കപ്പെട്ടിട്ടുണ്ട്. തേഷു മഹാകാവ്യേഷു, അങ്ങനെയുള്ള മഹാകാവ്യങ്ങളിൽ അശ്വഘോഷസ്യ സൗന്ദരനന്ദം രചനാരീതേഹേ ലാളിത്യേന അർത്ഥപുഷ്ട്യാച സുപ്രസിദ്ധം ഭവതി. ആ മഹാകാവ്യങ്ങൾ, അങ്ങനെ മുൻപ് ഈ പഞ്ചമഹാകാവ്യങ്ങൾ പ്രസിദ്ധമാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിട്ടുള്ള മഹാകാവ്യങ്ങളിൽ ഒന്നാണ് അശ്വഘോഷന്റെ സൗന്ദരനന്ദം എന്ന മഹാകാവ്യം. അത് രചനാരീതി കൊണ്ടും ലാളിത്യം, ലളിതമായ ഭാഷ കൊണ്ടും അർത്ഥപുഷ്ട്യ, അർത്ഥത്തിന്റെ ഗാംഭീര്യം കൊണ്ടുമെല്ലാം സുപ്രസിദ്ധം ഭവതി, വളരെയധികം പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഏത്? അശ്വഘോഷൻ എഴുതിയിട്ടുള്ള സൗന്ദരനന്ദം എന്ന കൃതി, എന്ന മഹാകാവ്യം. കാവ്യമിതം വിദേശേഷ്വപി ഭാഷാന്തരീകൃത്യ പ്രചലിതമസ്തി. ഈ കാവ്യം ഭാഷാന്തരേഷ്വപി, മറ്റു ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ട്, വിദേശേഷ്വപി, വിദേശങ്ങളിൽ പോലും ഭാഷാന്തരീകൃത്യ, മറ്റു ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് പ്രചലിതമസ്തി, പ്രചാരത്തിലുള്ള ഒന്നാണ്. ബുദ്ധധർമ്മ പ്രചാരണായ വിരചിതേ അസ്മിൻ മഹാകാവ്യേ 18 സർഗാഃ സന്തി.
ബുദ്ധധർമ്മം എന്താണ് എന്ന് പ്രചരിപ്പിക്കാനായി, ബുദ്ധധർമ്മത്തെ പ്രചരിപ്പിക്കാനായി, എല്ലായിടത്തും എത്തിക്കാനായിട്ട് വിരചിതേ അസ്മിൻ മഹാകാവ്യ, രചിക്കപ്പെട്ട ഈ മഹാകാവ്യത്തില് അഷ്ടാദശ സർഗാഹ സന്ധി. അഷ്ടാദശ എന്ന് പറഞ്ഞാൽ എത്രയാ? 18 സർഗങ്ങളാണ് ഉള്ളത്. തത്ര മനസംയമനസ്യ ആവശ്യകതാം അധികൃത്യ ബഹവഃ ഉപദേശാഃ വിദ്യന്തെ. തത്ര അവിടെ മനസ്സംയമനസ്യ, മനസ്സിനെ നിയന്ത്രിക്കേണ്ടതിന്റെ, മനസ്സംയമനസ്യ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനെ പറ്റിയിട്ട്, അതിൻ്റെ ആവശ്യകതാം, അതിൻ്റെ ആവശ്യകതയെ കുറിച്ച് ബഹവഃ ഉപദേശാഃ വിദ്യന്തെ, ധാരാളം ഉപദേശങ്ങൾ അതിൽ കാണുന്നുണ്ട്. തത്ര സ്ഥാന് കാംശ്ചന ശ്ലോകാൻ പഠാമഹ. അവിടെയുള്ള കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് ശ്ലോകങ്ങൾ നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സൗന്ദരനന്ദം എന്ന് പറഞ്ഞാൽ ഇത് ബുദ്ധന്റെ ശിഷ്യനായിട്ടുള്ള നന്ദൻ എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ട് ബുദ്ധന്. അദ്ദേഹം വളരെയധികം ലൗകിക തൃഷ്ണകളിൽ മുഴുകി ജീവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ലൗകിക തൃഷ്ണകൾ എന്നത് ക്ഷണഭംഗുരമാണ്, എളുപ്പം നശിച്ചു പോകുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്ത് ആധ്യാത്മിക രീതിയിലേക്ക്, ആ പാതയിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധൻ നൽകിയ ഉപദേശങ്ങളാണ് സൗന്ദരനന്ദം എന്ന ഈ കൃതിയിൽ, ഈ കാവ്യത്തിൽ പറയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സുന്ദരശ്ച അസൗ നന്ദശ്ച സുന്ദരനന്ദഃ തദധികൃത്യ കൃതം കാവ്യം സൗന്ദരാനന്ദം. അപ്പോ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നിശ്രേയസദ്യോതകഃ ഹിതകരോപി ഉപദേശഃ ശ്രവണസമയേ ശ്രോതൃഷു അപ്രിയത്വം ജനയതി ഇതി ദൃഷ്ടാന്തേന കഥയതി. നിശ്രേയസദ്യോതകഃ, നിശ്രേയസ് നിശേഷമായിട്ടുള്ള ശ്രേയസ്, നിശ്രേയസ് അതായത് മോക്ഷം, മോക്ഷത്തെ സൂചിപ്പിക്കുന്ന, നിശേഷമായിട്ടുള്ള ശ്രേയസ് എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. ആ മോക്ഷത്തെ സൂചിപ്പിക്കുന്ന ഹിതകരോപി ഉപദേശ, ഹിതകരമായിട്ടുള്ള, നമുക്ക് ഹിതമായിട്ടുള്ള നല്ലതായിട്ടുള്ള ഉപദേശങ്ങൾ ശ്രവണ സമയെ, കേൾക്കുന്ന സമയത്ത് ശ്രോതൃഷു അപ്രിയത്വം ജനയതി, കേൾക്കുന്നയാൾക്ക് അപ്രിയത്വം ജനയതി. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, നെല്ലിക്ക കഴിക്കുമ്പോൾ ആദ്യം ചവർപ്പാണ്, പിന്നീട് അത് മധുരിക്കും അല്ലെ. അങ്ങനെ അതുപോലെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ശ്രോതൃഷു, കേൾക്കുന്നയാൾക്ക് അപ്രിയത്വം ജനയതി, അതിൽ അത്ര അധികം സ്വീകാര്യതയൊന്നും ഉണ്ടാവില്ല എന്ന് ദൃഷ്ടാന്തേന കഥയതി, ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നതാണ് ഒന്നാമത്തെ ശ്ലോകം. നമുക്ക് ആ ശ്ലോകത്തിലേക്ക് നോക്കാം. അനിഷ്ടമപ്യൗഷധമാതുരായ ദദാതി വൈദ്യശ്ച യഥാ നിഗൃഹ്യ തദ്വന്മയോക്തം പ്രതികൂലമേതത് തുഭ്യം ഹിതോദർക്കമനുഗ്രഹായ. ഒന്നും കൂടെ ചൊല്ലാം. അനിഷ്ടമപ്യൗഷധമാതുരായ ദദാതി വൈദ്യശ്ച യഥാ നിഗൃഹ്യ തദ്വന്മയോക്തം പ്രതികൂലമേതത് തുഭ്യം ഹിതോദർക്കമനുഗ്രഹായ. അനിഷ്ടമപി ഔഷധം ആതുരായ, അനിഷ്ടം അപി ഔഷധം ആതുരായ ദദാതി വൈദ്യഃ ച യഥാ നിഗൃഹ്യ തദ്വത് മയാ ഉക്തം, മയോക്തം, തദ്വന്മയോക്തം, തദ്വത് മയാ ഉക്തം പ്രതികൂലമേതത് തുഭ്യം, പ്രതികൂലം ഏതത് തുഭ്യം ഹിതോദർക്കം അനുഗ്രഹായ, ഹിതോദർക്കം അനുഗ്രഹായ. ഇത് അഞ്ചാമത്തെ സർഗത്തിലെ, അശ്വഘോഷന്റെ സൗന്ദരനന്ദത്തിലെ അഞ്ചാമത്തെ സർഗത്തിലെ 48ാമത്തെ ശ്ലോകമാണിത്. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത് നോക്കൂ, പദച്ഛേദം നോക്കാം. അപ്യൗഷധം, അപി അധികം ഔഷധം, അപ്യൗഷധം. വൈദ്യശ്ച, വൈദ്യഃ അധികം ച വൈദ്യശ്ച. തദ്വന്മയോക്തം, തദ്വത് മയാ ഉക്തം. അതാണ് പദച്ഛേദം വരുന്നത്. വിഗ്രഹഃ
അനിഷ്ടം ന ഇഷ്ടം അനിഷ്ടം. ഹിതോദർക്കം ഉദർക്കേ ഹിതം ഹിതോദർക്കം. അന്വയഃ യഥാ വൈദ്യഃ ആതുരായ അനിഷ്ടമപി ഔഷധം നിഗൃഹ്യ ദദാതി തദ്വത് മയാ യദുക്തം ഏതത് പ്രതികൂലം ഭവതി തുഭ്യം ഹിതോദർക്കം അനുഗ്രഹായ ച ഭവതി. യഥാ വൈദ്യഃ ആതുരായ അനിഷ്ടമപി ഔഷധം നിഗൃഹ്യ ദദാതി. ഏന പ്രകാരേണ, ഏതൊരു പ്രകാരത്തിലാണോ ഒരു ഡോക്ടർ, ഒരു വൈദ്യൻ രോഗിക്ക് അപ്രിയമപി ഭേഷജം, അപ്രിയമായിട്ടുള്ള, രോഗിക്ക് സാധാരണ നമുക്ക് മരുന്ന് കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്തിനാ മരുന്ന് കഴിക്കണത്? രോഗം മാറാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോ ഇഷ്ടമല്ലെങ്കിലും അത് രോഗം മാറണം എന്ന് വിചാരിച്ച് കഴിക്കുന്നു. അതിനെ അതുപോലെ സ്വീകരിച്ചാൽ അത് എത്രയും പെട്ടെന്ന് മാറുന്നു. ഇഷ്ടമില്ലാതെ കഴിക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് നമ്മുടെ മനസ്സും ഉണ്ട്. നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സും അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് രോഗവിമുക്തി പെട്ടെന്ന് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോ ഏത് പ്രകാരത്തിലാണോ വൈദ്യൻ ആതുരായ അനിഷ്ടമപി ഔഷധം നിഗൃഹ്യ ദദാതി, രോഗിക്ക് ഏതൊരു പ്രകാരത്തിലാണോ വൈദ്യൻ രോഗിയുടെ സമ്മതമില്ലാതെ തന്നെ ബലാത്കാരേണ ഔഷധം കൊടുക്കുന്നത്, തദ്വത് അതുപോലെ മയാ യദുക്തം, ഞാൻ എന്താണോ ഇപ്പൊ പറയാൻ പോകുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങള്, ഏതത് പ്രതികൂലം ഭവതി, നിനക്കത്ര ശ്രവണസുഖം, നിനക്ക് കേൾക്കാൻ അത്ര ഇഷ്ടമുള്ളതൊന്നും ആവില്ല. എന്നാൽ തുഭ്യം ഹിതോദർക്കം അനുഗ്രഹായ ച ഭവതി, പക്ഷെ ഞാനിപ്പോ പറയുന്നത് നിനക്ക് ഇഷ്ടാവില്ലെങ്കിലും നിനക്കത് പിന്നീട് അതിൻ്റെ ആ ഒരു എന്താണ് അതിൻ്റെ ആവശ്യകത എന്നുള്ളത് മനസ്സിലാക്കാനും നിന്റെ ജീവിതത്തിൽ അത് ഹിതമായി ഭവിക്കും എന്ന് മനസ്സിലാക്കാനും സാധിക്കും. എങ്ങനെയാണ്? രോഗിക്ക് അപ്പോ ബലാത്കാരേണ കൊടുത്തെങ്കിലും രോഗിയുടെ രോഗം മാറ്റിയെടുക്കാൻ ആ മരുന്നിന് സാധിക്കും. അതുപോലെ തന്നെ ഈ ഉപദേശങ്ങൾക്ക് നിന്റെ സ്വഭാവത്തിലുള്ള ദൂഷ്യവശങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാണ് ബുദ്ധൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. നമുക്കതിന്റെ സാരാംശത്തിലേക്ക് കടക്കാം. ഭാവാർത്ഥഃ രോഗി അപ്രിയം പ്രകടയന്നപി രോഗശമനമൗഷധം ചികിത്സകഃ ബലേന തം പായയതി തഥാ മമ ഉപദേശവാക്യാനി ഭവതേ ഇദാനിം ശ്രവണപരുഷാണ്യപി പശ്ചാത് ഹിതകരാണി അനുഗ്രഹപ്രദായകാനി ച ഭവിഷ്യന്തി. രോഗി അപ്രിയം പ്രകടയന്നപി, രോഗി ഇഷ്ടല്ല എന്ന് പറഞ്ഞാലും രോഗശമനം ഔഷധം ചികിത്സകഃ ബലേന തം പായയതി. രോഗശമന ഔഷധം എന്താണോ ആ രോഗത്തിന്, രോഗം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ രോഗത്തെ കുറയ്ക്കാനുള്ള ഔഷധം, അത് ബലാത്കാരേണ അത് നിങ്ങൾ കഴിച്ചേ പറ്റൂ, 3 നേരം ഇത് കഴിച്ചാലേ നിങ്ങളുടെ അസുഖം മാറൂ എന്നൊക്കെ പറയുമല്ലേ. ഒരാഴ്ചത്തെ കോഴ്സ് കഴിച്ചു കഴിഞ്ഞാലേ നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങളുടെ അസുഖം പൂർണ്ണമായിട്ടും മാറൂ. നമ്മൾ ഒരാഴ്ചത്തെ ഡോസ് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അസുഖം മാറി എന്ന് വിചാരിച്ച് 5 ദിവസം കൊണ്ട് അത് നിർത്തും. അങ്ങനെയാവുമ്പോൾ വീണ്ടും ഈ അസുഖം വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ കൃത്യമായിട്ടുള്ള ഒരു അളവിൽ ഇത് നിങ്ങൾ കഴിച്ചാലേ മാറുള്ളൂ എന്ന് നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മൾ അത് കഴിക്കേണ്ടി വരും. പക്ഷെ പിന്നീട് നമുക്ക് ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതുപോലെ തഥാ മമ ഉപദേശവാക്യാനി, എൻ്റെ ഉപദേശവാക്യങ്ങൾ ഭവതേ ഇദാനീം, നിനക്ക് ഇപ്പോൾ ശ്രവണപരുഷാണ്യപി, കേൾക്കാൻ അത്ര സുഖമൊന്നുമുള്ളതാവില്ലെങ്കിലും പശ്ചാത് പിന്നീട് ഹിതകരാണി, ഹിതം നൽകുന്നതും നിന്റെ നല്ല കാര്യത്തിന് നിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണെന്നും അനുഗ്രഹപ്രദായകാനിച്ച, അനുഗ്രഹം നൽകുന്നവയാണെന്നും ആയും ഭവിക്കുന്നതാണ്. നിനക്കിപ്പോ അത് താല്പര്യമില്ലെങ്കിലും ഭാവിയിൽ നിനക്കത് അനുഗ്രഹപ്രദങ്ങളും ഹിതകരങ്ങളുമാകും എന്നാണ് ഇവിടെ ബുദ്ധൻ പറഞ്ഞു വെക്കുന്നത്. ഒന്നുകൂടെ ആ ശ്ലോകം ചൊല്ലാം. അനിഷ്ടമപ്യൗഷധമാതുരായ ദദാതി വൈദ്യശ്ച യഥാ നിഗൃഹ്യ തദ്വന്മയോക്തം പ്രതികൂലമേതത്തുഭ്യം ഹിതോദർക്കമനുഗ്രഹായ.
അതിലെ കോശം ഉദർക്കഹ. ഉദർക്കഹ ഫലമുത്തരം ഇത്യമരഹ ഭവിഷ്യത് കാലാർത്ഥേ. അടുത്ത ശ്ലോകം നോക്കൂ. അപ്പൊ നിനക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നീ അതുപോലെ ഉൾക്കൊള്ളണം. നിനക്ക് കേൾക്കാൻ വലിയ ഉപദേശങ്ങൾ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും മുഖം തിരിച്ചു നിൽക്കുകയാണ് ചെയ്യുക. പിന്നീടാണ് അന്ന് അവര് പറഞ്ഞത് ശരിയായിരുന്നു, അന്ന് അങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. അപ്പോ അതുകൊണ്ട് കേൾക്കുന്ന സമയത്ത് ആർക്കും ഇഷ്ടാവില്ലെങ്കിലും പിന്നീട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവയായിരിക്കും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ശ്ലോകം. ആയുരാരോഗ്യ മൃത്യുരൂപാഹ ത്രിദോഷാഹ യാവത് ന ബാധന്തെ തസ്മാത് പൂർവം ശ്രേയസ്കരാണി കാര്യാണി കരണീയാനി ഇത്യുപദിശതി. ആയുസ്, ആരോഗ്യം, മൃത്യു എന്നിങ്ങനെ ത്രിദോഷങ്ങൾ, അതായത് ഇവയൊക്കെ വേണ്ട വിധത്തിൽ നമ്മുടെ ശരീരത്തിലില്ലെങ്കിൽ, ആയുസ് വേണ്ട വിധത്തിൽ നമുക്കില്ല, ആയുസ്സില്ല, നല്ല ആരോഗ്യമുണ്ട്, അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആരോഗ്യമുണ്ട്, ആയുസ്സില്ല, അങ്ങനെ ആയിക്കഴിഞ്ഞാലും നമുക്ക് ആ ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടാവില്ല. അങ്ങനെ ആയുസ്, ആരോഗ്യം, മൃത്യു, ഈ മൂന്ന് കാര്യങ്ങള് യാവത് ന ബാധന്തി, ബാധിക്കാതിരിക്കുന്നിടത്തോളം കാലം, തസ്മാത് പൂർവം, അതിനു മുൻപ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഐശ്വര്യകരമായിട്ടുള്ള കാര്യങ്ങളെ, ശ്രേയസ്സുണ്ടാക്കുന്ന, നമുക്ക് കീർത്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അതായത് നമ്മൾ ആരോഗ്യത്തോടെയും നല്ല ആരോഗ്യത്തോടുകൂടെ ദൃഢഗാത്രനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ആയുസ് ഉള്ളിടത്തോളം കാലം നമ്മൾ കൃത്യമായി ചെയ്യണം എന്ന് ഉപദേശിക്കുകയാണ് അടുത്ത ശ്ലോകത്തിലൂടെ. തദ്യാവദേവ ക്ഷണസന്നിപാതോ ന മൃത്യുരാഗച്ഛതി യാവദേവ യാവദ്വയോ യോഗവിധൗ സമർത്ഥം ബുദ്ധിം കുരു ശ്രേയസി താവദേവ. തദ്യാവദേവ ക്ഷണസന്നിപാതോ ന മൃത്യുരാഗച്ഛതി യാവദേവ യാവദ്വയോ യോഗവിധൗ സമർത്ഥം ബുദ്ധിം കുരു ശ്രേയസി താവദേവ. അഞ്ചാമത്തെ സർഗത്തിലെ 49ാമത്തെ ശ്ലോകമാണ്. തത് യാവത് ഏവ ക്ഷണസന്നിപാതഃ ന മൃത്യുഃ ആഗച്ഛതി യാവത് ഏവ യാവത് വയഃ യോഗവിധൗ സമർത്ഥം ബുദ്ധിം കുരു ശ്രേയസി താവദേവ. താവത് ഏവ പദച്ഛേദഃ തദ്യാവദേവ. തത് അധികം യാവത് അധികം ഏവ. ക്ഷണസന്നിപാതോ ന, ക്ഷണസന്നിപാതഃ ന. താവദേവ, താവത് ഏവ. മൃത്യുരാഗച്ഛതി, മൃത്യുഃ ആഗച്ഛതി. യാവദ്വയോ യോഗവിധൗ, യാവത് വയഃ യോഗവിധൗ. അന്വയഃ. തത് യാവദേവ ക്ഷണസന്നിപാതഃ യാവദേവ മൃത്യുഃ ന ആഗച്ഛതി യാവത് വയഃ യോഗവിധൗ സമർത്ഥഃ താവദേവ ശ്രേയസി ബുദ്ധിം കുരു. ഇവിടെ ശ്രേയാംസി എന്നാണ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്, ശ്രേയസി എന്നാണ് അവിടെ വേണ്ടത്. അതൊന്ന് തിരുത്തി വെച്ചോളൂ കേട്ടോ. തത് യാവദേവ ക്ഷണസന്നിപാതഃ യാവദേവ മൃത്യുഃ ന ആഗച്ഛതി യാവത് വയഃ യോഗവിധൗ സമർത്ഥഃ താവദേവ ശ്രേയസി ബുദ്ധിം കുരു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കാലത്ത്, അതായത് ആയുസ് എത്ര കാലം, വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പോഴൊക്കെ നമുക്കറിയാം, ഇങ്ങനെ ഇതേമാതിരി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ആയുസ് കഴിഞ്ഞു പോകുന്ന പല സന്ദർഭങ്ങളും നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ക്ഷണസന്നിപാതമായിട്ടുള്ള ഈ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന കുറച്ച് മുഹൂർത്തങ്ങളുടെ, കുറച്ച് സമയത്തിന്റെ ഒരു സമാഹാര രൂപമായിട്ടുള്ള ഈ ആയുസ് എത്ര കാലം നിൽക്കുന്നുവോ, യാവദേവ മൃത്യുഃ ന ആഗച്ഛതി,
ഏത് കാലം വരെ മൃത്യു വരാതിരിക്കുന്നുവോ, അതായത് മരണം എത്തുന്നതിന് മുൻപുള്ള കാലം. യാവത് വയഃ യോഗവിധൗ സമർത്ഥഃ യഹ ബാല്യാദയഃ കാലാഹ, എന്നുവെച്ചാൽ ബാല്യം മുതൽക്കുള്ള കാലങ്ങൾ, ആ സമയം യോഗാഭ്യാസനം കർത്തും സമർത്ഥ, നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന കാലം, അങ്ങനെയൊക്കെ ഉള്ള കാലം, അതായത് മരണം എത്താതെ ഈ നമ്മൾ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന ക്ഷണത്തിൽ അവസാനിക്കുന്ന ഈ ഒരു കാലം, ഈ ആയുസ് എന്ന ഈ കാലത്ത് താവദേവ ശ്രേയസി ബുദ്ധിം കുരു, ആ കാലത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ കാലത്ത് ശ്രേയസ്കരാണി കർമാണി, ശ്രേയസ് ഐശ്വര്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ നമ്മുടെ ബുദ്ധിയെ യോജിപ്പിക്കണം. ആ ബുദ്ധി അതിലാണ് പ്രവർത്തിക്കേണ്ടത്. നമുക്ക് എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം, എപ്പോ വേണമെങ്കിലും നമ്മുടെ ആരോഗ്യം ഇല്ലാതാവാം. അപ്പോ ആരോഗ്യമുള്ള സമയത്ത്, മരണത്തിനു മുൻപേ ആയിട്ട് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ശ്രേയസ്സുള്ള കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധിയെ കേന്ദ്രീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഇടപെടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഭാവാർത്ഥം നോക്കാം. യാവത് കാലപര്യന്തം അനേകക്ഷണാനാം സമാഹാരരൂപം ആയുഹു തിഷ്ഠതി യാവദേവ മൃത്യുഹു നാഗച്ഛതി യാവത് കാലം യോഗാഭ്യാസം കർത്തും ശരീരഃ സമർത്ഥഃ ഭവതി തസ്മിന്നേവ കാലേ ശ്രേയസ്കരാണി കർമാണി കർത്തും ബുദ്ധിം കരോതു. യാവത് കാലപര്യന്തം, ഏത് കാലം വരെയാണ്, അനേകക്ഷണാനാം, കുറെ അനുഭവങ്ങളുടെ ഒരു സമാഹാരമാണ്, ഒരു കൂടിച്ചേരലാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അങ്ങനെ ഏത് കാലം വരെയാണോ അനേകക്ഷണാനാം, കുറെ സമയങ്ങളുടെ ഒരു സമാഹാര രൂപമായിട്ടുള്ള ആയുഹു തിഷ്ഠതി, ആയുസ് നിൽക്കുന്നത്, യാവദേവ മൃത്യുഹു ന ആഗച്ഛതി, ഏത് കാലം വരെയാണോ നമ്മൾ മൃത്യു വരാതെ നിൽക്കുന്നത്, യാവത് കാലം യോഗാഭ്യാസം കർത്തും ശരീരഃ സമർത്ഥഃ ഭവതി, ഏത് കാലം വരെയാണോ, ഏത് കാലത്താണോ യോഗാഭ്യാസം ചെയ്യാൻ, നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ നമ്മുടെ ശരീരം സമർത്ഥമാകുന്നത്, തസ്മിന്നേവ കാലേ, അതായത് നമ്മൾ ആരോഗ്യത്തോടുകൂടെ ഇരിക്കുന്ന കാലത്ത് എന്ത് ചെയ്യണം? ശ്രേയസ്കരാണി കർമാണി കർത്തും ബുദ്ധിം കരോതു, ശ്രേയസ് ഉണ്ടാക്കുന്ന, ഐശ്വര്യമുണ്ടാക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നമ്മളുടെ ബുദ്ധിയെ, നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക് കൊടുക്കണം. ശ്രേയസ്സുള്ള, നമുക്ക് ഐശ്വര്യമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം. ശരീരം സർവധാ അനിത്യം ഭവതി, ശരീരം സർവധാ അനിത്യം ഭവതി, ശരീരം എന്നത് എല്ലാ പ്രകാരത്തിലും അനിത്യം ഭവതി, നിത്യമായ ഒന്നല്ല, അതിന് നാശം സംഭവിക്കും, കേടുപാടുകൾ പറ്റും. നിത്യമായി ഇതുപോലെ എല്ലാ കാലവും നമുക്ക് ആരോഗ്യത്തോടു കൂടെ നിൽക്കാൻ സാധിക്കില്ല. അതഃ സ്വകീയേ ബലവിഷയേ അഹങ്കാരഃ എന്ന കാര്യഃ, അതുകൊണ്ട് സ്വന്തം ശക്തിയിൽ അഹങ്കാരം പാടില്ല എന്നാണ് പറയുന്നത്. ശരീരം സർവധാ അനിത്യം ഭവതി, ശരീരം എല്ലാ പ്രകാരത്തിലും അനിത്യമാണ്, നിത്യമായ ഒന്നല്ല. അതഃ സ്വകീയേ ബലവിഷയേ, അതുകൊണ്ട് സ്വന്തം ശക്തിയിൽ അഹങ്കാരഃ എന്ന കാര്യഃ, അഹങ്കാരം പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ശ്ലോകമാണ് അടുത്തത്. യദാന്നപാനാസനയാന കർമ്മണാം അസേവനാദപ്യതിസേവനാദപി ശരീരമാപന്ന വിപത്തി ദൃശ്യത്തെ ബലേഭിമാനസ്തവ കേന ഹേതുനാ. യദാന്നപാനാസനയാന കർമ്മണാം അസേവനാദപ്യതിസേവനാദപി ശരീരമാപന്ന വിപത്തി ദൃശ്യത്തെ ബലേഭിമാനസ്തവ കേന ഹേതുനാ. യത് അന്നപാന ആസന യാന കർമ്മണാം അസേവനാത് അഭി അതിസേവനാത് അഭി ശരീരം ആപന്ന വിപത്തിഃ ദൃശ്യത്തെ ബലേ അഭിമാനഃ
തവ കേന ഹേതുന. 9ാമത്തെ സർഗത്തിലെ 7ാമത്തെ ശ്ലോകമാണിത്. പദച്ഛേദഃ യദാന്നപാനം യദാ അന്നപാനം അസേവനാദപ്യതിസേവനാദപി. അസേവനാത് അപി അതിസേവനാത് അപി. ബലേഭിമാനസ്തവ ബലേ അഭിമാനഃ തവ. അന്വയഃ യദാ അന്നപാന ആസനയാനകർമ്മണാം അന്നപാനാസനയാനകർമ്മണാം അസേവനാത് അപി അതിസേവനാത് അപി ശരീരം ആപന്ന വിപത്തിഃ ദൃശ്യത്തെ. തവ കേന ഹേതുന ബലേ അഭിമാനഃ ഭവതി. യദാ യസ്മിൻ കാലേ ഏതൊരു കാലത്താണോ യാതൊരു കാലത്താണോ അന്നപാന ആസന യാനകർമ്മണാം ഭക്ഷണത്തിന്റെ കാര്യത്തില്, കുടിക്കുന്നതിന്റെ കാര്യത്തില്, ഇരിക്കുന്നതിന്റെ കാര്യത്തില്, യാത്രയുടെ കാര്യത്തിലൊക്കെ അതൊക്കെ നമ്മള് അസേവനാദപി അതിസേവനാദപി അതൊക്കെ നമ്മൾ സേവിക്കുന്നു, അത് നമ്മൾ ചെയ്യുന്നു, അത് അമിതമായി ചെയ്യുന്നു. ഈ കാര്യമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ശരീരം ആപന്ന വിപത്തിഃ ദൃശ്യത്തെ. ഇത് നമ്മൾ ചെയ്യാതിരുന്നാലും അനുപയോഗേന എന്നാണ്, ക്ഷമിക്കണം, അനുപയോഗേന എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അസേവനാത് ചെയ്യാതിരിക്കുമ്പോഴും, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ, വെള്ളം കുടിക്കാതിരിക്കുമ്പോ, നമ്മൾ ശരിയായ രീതിയിൽ ഇരിക്കാതിരിക്കുമ്പോ, യാത്ര ചെയ്യുമ്പോൾ ശരിയായ രീതി പാലിക്കാതിരിക്കുമ്പോ ഒക്കെ നമ്മുടെ ശരീരത്തിനെ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ അമിത ഉപയോഗം കൊണ്ട്, അമിതമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഭോജനസ്യ ഭക്ഷണം അമിതമായി കഴിക്കുമ്പോൾ നമുക്ക് ശരീരം ബുദ്ധിമുട്ടാകും. വെള്ളം അമിതമായി കുടിക്കുമ്പോൾ അതും ശരീരത്തിനെ ബാധിക്കും. അതുപോലെ നമ്മുടെ ഇരിപ്പ്, യാത്ര എല്ലാം അധികമാവുമ്പോഴും, അധികമായാൽ അമൃതം വിഷം എന്ന് പറയാറുണ്ട് അല്ലെ. ഒട്ടുമില്ലാതെയും പാടില്ല, ഒരു പരിധിയിൽ അധികമാവാനും പാടില്ല. അപ്പോ അതൊക്കെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ. ഇതെല്ലാം ഉപയോഗിക്കാതിരിക്കുന്നതും അത്യുപയോഗവും ശരീരം ആപന്ന വിപത്തിഃ ദൃശ്യത, നമ്മുടെ ദേഹത്തിനെ ആസന്ന നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ഇവയെല്ലാം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഭക്ഷണം അധികമായാല് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് കയറും. അധികമായി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പൊണ്ണത്തടി പോലെയുള്ള ശരീരത്തിന് ഒരു സുഖമില്ലായ്മയൊക്കെ അനുഭവപ്പെടും. അപ്പൊ അങ്ങനെ ഇവയെല്ലാം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതാണ്. തവ കേന ഹേതുന ബലേ അഭിമാനഃ ഭവതി. ഇങ്ങനെയൊക്കെ ശരീരത്തിനെ ബാധിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടെന്നിരിക്കെ തവ ഭവതഃ കേന കാരണേന സ്വശക്തോ അഹങ്കാരഃ ഭവതി. എന്ത് കാരണം കൊണ്ടാണ് നീ നിന്റെ ശക്തിയിൽ അഭിമാനിക്കുന്നത്? ക്ഷണഭംഗുരമായിട്ടുള്ള നമ്മുടെ ശരീരം സ്ഥിരമായിട്ട് എപ്പോഴും നിൽക്കുന്നില്ല. അതിലേക്കുള്ള ഭക്ഷണം കുറഞ്ഞാൽ, ഭക്ഷണം കൂടിയാൽ ഒക്കെ ശരീരത്തിനെ അത് ബാധിക്കുന്നുണ്ട്. പിന്നെ എന്ത് കാര്യത്തിനാണ് നീ നിന്റെ ശക്തിയിൽ അഭിമാനിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അപ്പോ നമ്മള് നമ്മുടെ ശക്തിയിൽ എന്തിന് അഭിമാനിക്കുന്നു? ഇത്രയൊക്കെ ക്ഷണഭംഗുരമായ നമ്മുടെ ശരീരം ആണ് എന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കിയിട്ടും എന്തിനാണ് നീ ഇങ്ങനെ നിന്റെ ശക്തിയിൽ അഭിമാനിക്കുന്നത്? ഭാവാർത്ഥം നോക്കാം. അന്നപാനാദീനാം വ്യായാമ വിശ്രമാദീനാം ച അഭാവേനാഭി തഥാ തേഷാം അമിതോപയോഗേനാഭി ശരീരം നാശം പ്രാപ്നോതി. അന്നപാനാദീനാം ഭക്ഷണവും വെള്ളവും അതിൻ്റെയൊക്കെ, അതേപോലെ ഭക്ഷണം, വെള്ളം, വ്യായാമ വിശ്രമാദീനാം വ്യായാമം, വിശ്രമം മുതലായവ, എക്സസൈസ്, അതേപോലെ തന്നെ റെസ്റ്റ് എടുക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ അഭാവേനാഭി തഥാ തേഷാം അമിതോപയോഗേനാഭി അവയുടെയൊക്കെ അഭാവം കൊണ്ടും അവയൊന്നും ചെയ്യാതിരിക്കുന്നതിലൂടെയും പിന്നെ എന്താണ് അമിതോപയോഗേനാഭി അതിന്റെ അമിതമായ ഉപയോഗത്തിലൂടെയും ശരീരം നാശം പ്രാപ്നോതി ശരീരം നശിച്ചു പോകുന്നുണ്ട്. ഏവം സ്ഥിതേ സർവധാ ദുർബലസ്യ നാശോന്മുഖസ്യ ശരീരസ്യ ശക്തൗ കിം നിമിത്തം മാനവഃ അഹങ്കരോതി. ഇങ്ങനെയൊക്കെ ഇരിക്കെ
ഇങ്ങനെയൊക്കെ ഇരിക്കെ സർവഥാ എല്ലാ പ്രകാരത്തിലും ദുർബലമായിട്ടുള്ള, നാശോന്മുഖമായിട്ടുള്ള, നശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ശരീരസ്യ ശക്തോ, ശരീരത്തിന്റെ ശക്തിയിൽ കിം നിമിത്തം മാനവഹ അഹങ്കരോതി, എന്ത് കാരണം കൊണ്ടാണ് മനുഷ്യന്മാരിങ്ങനെ അഹങ്കരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇത്രയൊക്കെ ക്ഷണഭംഗുരമായിട്ടുള്ള ഈ ശരീരത്തിന്റെ, ഈ നാശോന്മുഖമായിട്ടുള്ള ഈ ശരീരത്തിന്റെ ശക്തിയിൽ എന്തിനാണ് ഈ മനുഷ്യരിങ്ങനെ അഹങ്കരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശ്ലോകം ഒന്നും കൂടെ ചൊല്ലാം. യദാന്നപാനാസനയാന കർമ്മണാമസേവനാദപ്യതിസേവനാദപി ശരീരമാപന്ന വിപത്തി ദൃശ്യത്തെ ബലേഭിമാനസ്തവകേന ഹേതുന. അപ്പോ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാ പറയുന്നത്? പരസ്പരാശ്രയത്വം വിന കസ്യാപി കേവലം ആത്മനഃ ബലേന ഏവ യത് കിമപി കർത്തും ന ശക്യത്തെ ഇതി ദൃഷ്ടാന്തേഹി സമർത്ഥയതി. പരസ്പരാശ്രയത്വം വിന, പരസ്പരാശ്രയത്വം കൂടാതെ, കൊടുക്കൽ വാങ്ങലുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കാതെ, കസ്യാപി കേവലം ആത്മനഃ ബലേന ഏവ യത് കിമപി കർത്തും ന ശക്യത്തെ, ഒരാൾക്കും തന്നെ കസ്യാപി കേവലം ആത്മനഃ ബലേന, കേവലം സ്വന്തം ബലം കൊണ്ട് മാത്രം, സ്വന്തം ശക്തി കൊണ്ട് മാത്രം, യത് കിമപി കർത്തും ന ശക്യത്തെ, ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ, നമുക്കൊരു കാര്യം വൃത്തിയായി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ശക്തി, എന്റെ ശക്തി കൊണ്ട് ഞാനത് നേടും, അത് ശരിയാണ്. പക്ഷെ അതിനും നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും ഒക്കെയുള്ള ആശ്രയങ്ങൾ വേണ്ടിവരും, അല്ലെങ്കിൽ അതിനെ കൂടുതൽ മനോഹരമാക്കും എന്നാണ് ദൃഷ്ടാന്തേഹി സമർത്ഥയതി, ഉദാഹരണത്തിലൂടെ സമർത്ഥിക്കുന്നത്. യദാ ഹിമാർത്തോ ജ്വലനം നിഷേവത്തെ ഹിമം നിദാഘാഭിഹതോഭികാംക്ഷതി ക്ഷുധാന്വിതോന്നം സലിലം തൃഷാന്വിതോ ബലം കുതഃ കിം ച കഥം ച കസ്യ ച. യദാ ഹിമാർത്തോ ജ്വലനം നിഷേവത്തെ ഹിമം നിദാഘാഭിഹതോഭികാംക്ഷതി ക്ഷുധാന്വിതോന്നം സലിലം തൃഷാന്വിതോ ബലം കുതഃ കിം ച കഥം ച കസ്യ ച. 9ാമത്തെ സർഗത്തിലെ 15ാമത്തെ ശ്ലോകമാണ്. യദാ ഹിമാർത്തഃ ജ്വലനം നിഷേവത്തെ ഹിമം നിദാഘാഭിഹതഃ അഭികാംക്ഷതി ക്ഷുധാന്വിതഃ അന്നം സലിലം തൃഷാന്വിതഃ ബലം കുതഃ കിം ച കഥം ച കസ്യ ച. പദച്ഛേദഃ. ഹിമാർത്തോ ജ്വലനം, ഹിമാർത്തഃ അധികം ജ്വലനം, ഹിമാർത്തോ ജ്വലനം. നിദാഘാഭിഹതോ അഭികാംക്ഷതി, നിദാഘാഭിഹതഃ അഭികാംക്ഷതി. ക്ഷുധാന്വിതോന്നം, ക്ഷുധാന്വിതഃ അന്നം. വിഗ്രഹഃ. ഹിമാർത്തഃ ഹിമേന അർത്ഥഃ ഹിമാർത്തഃ. നിദാഘാഭിഹതഃ നിദാഘേന അഭിഹതഃ. ക്ഷുധാന്വിതഃ ക്ഷുധയാ അന്വിതഃ. തൃഷാന്വിതഃ തൃഷയാ അന്വിതഃ. അന്വയഃ. യദാ ഹിമാർത്തഃ ജ്വലനം നിഷേവത്തെ നിദാഘാഭിഹതഃ അപി ഹിമം നിഷേവത്തെ ക്ഷുധാന്വിതഃ അന്നം നിഷേവത്തെ തൃഷാന്വിതഃ സലിലം നിഷേവത്തെ തദാ ബലം കുതഃ കിം ച കഥം ച കസ്യ ച അസ്തി. യദാ ഹിമാർത്തഃ ജ്വലനം നിഷേവത്തെ, എപ്പോഴാണോ ശൈത്യേന പീഡിതഃ, തണുപ്പുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരാള് അഗ്നിം ശരണം പ്രാപ്നോതി, അഗ്നിയെ ശരണം പ്രാപിക്കുന്നത്. തണുത്ത് വിറച്ചിരിക്കുമ്പോൾ എവിടുന്നെങ്കിലും കുറച്ച് ചൂട് കിട്ടിയാൽ മതി എന്ന് തോന്നൂല്ലേ നമുക്ക്. എപ്രകാരമാണോ, എപ്പോഴാണോ, എങ്ങനെയാണോ തണുപ്പ് കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരാള് അഗ്നിയെ ആശ്രയിക്കുന്നത്,
നിദാഘാഭിഹതഃ അപി ഹിമം നിഷേവതെ. ചുട്ടുപഴുത്തിരിക്കുന്ന ഗ്രീഷ്മകാലത്തുള്ള ആ ചൂടുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ഒരാള് ശീതോപചാരം ഇച്ഛതി, തണുപ്പ് ആഗ്രഹിക്കുന്നത്, തണുപ്പിനെ ആശ്രയിക്കുന്നത് എപ്പോഴാണോ, അതുപോലെ ക്ഷുധാന്വിതഃ അന്നം നിഷേവതെ ബുഭുക്ഷയാ ക്ലിന്നഃ, വിശപ്പ് കൊണ്ട് വിഷമിച്ചിരിക്കുന്നയാള് അന്നം ആശ്രയതെ, ഭക്ഷണത്തെ ആശ്രയിക്കുന്നത് എങ്ങനെയാണോ, തൃഷാന്വിതഃ സലിലം നിഷേവതെ, ദാഹിച്ചു വലങ്ങിയ ഒരാള് ജലം അന്വേഷിക്കുന്നത്, ജലത്തിനെ ആശ്രയിക്കുന്നത് എങ്ങനെയാണോ, തഥാ അപ്പോഴൊക്കെ ബലം കുതഃ കിംച കഥം ച കസ്യച, ആ കാലത്തെല്ലാം ബലം എവിടെ, നമ്മുടെ ശരീരത്തിന്റെ ബലം എവിടെ, ബലം കിയതസ്തി, ബലം എവിടെയാണ്, ബലം എത്രയുണ്ട്, അത് എങ്ങനെയാണ് ഉള്ളത്, കസ്യ അസ്തി, ആർക്കാണ് ഈ ബലമുള്ളത്. ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരാളെ ആശ്രയിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, പരസ്പര ആശ്രയത്വത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന, നമ്മുടെ സ്വന്തം ബലം കൊണ്ട് മാത്രമല്ല എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് എത്തുന്നത് എന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു ശ്ലോകമാണ് ഇവിടെ. തണുത്ത് വിറച്ചൊരാൾക്ക് ചൂടിനെ ആശ്രയിക്കേണ്ടി വരുന്നു, ആ ശരീരത്തിനെ സ്വസ്ഥമായി നിലനിർത്താൻ വേണ്ടി, അല്ലെ, അതിന്റെ ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയ്ക്ക് വേണ്ടി, ആ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ചൂടിന്റെ അടുത്ത് പോകണം. ചൂട് വന്നാലേ നമ്മുടെ ശരീരം അതുമായിട്ട് ശരീരം സ്വസ്ഥമായിരിക്കുള്ളൂ. അതുപോലെ ചുട്ട് പൊള്ളുന്ന സ്ഥലത്ത് നിൽക്കുന്ന, അതായത് ശരീരം അത്രയധികം ചൂടെടുക്കുന്ന ഒരാൾക്ക് എന്താ വേണ്ടത്, തണുപ്പാണ് വേണ്ടത്. അതുപോലെ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണത്തെ ആശ്രയിക്കുന്നു, അല്ലെ, ദാഹിച്ചിരിക്കുന്ന ഒരാള് വെള്ളത്തെ ആശ്രയിക്കുന്നു. ഇങ്ങനെ പരസ്പരം ആശ്രയിക്കുന്നതിലൂടെയാണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ ബലം കൊണ്ട് എൻ്റെ തണുപ്പ് മാറ്റിക്കോളാം, ഞാൻ എൻ്റെ ശക്തി കൊണ്ട് ഞാൻ എൻ്റെ വിശപ്പ് മാറ്റിക്കോളാം എന്നാരും ചിന്തിക്കുന്നില്ല. അപ്പോൾ മറ്റൊരാളെ ആശ്രയിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പര ആശ്രയത്വത്തിലൂടെ മാത്രമാണ് നമുക്കൊരു ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് മാത്രം നമുക്കത് സാധിക്കില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ശ്ലോകം ഒന്നും കൂടെ ചൊല്ലാം. യദാ ഹിമാർത്തോ ജ്വലനം നിഷേവത്തെ ഹിമം നിദാഘാഭിഹതോഭികാംക്ഷതി ക്ഷുധാന്വിതോന്നം സലിലം തൃഷാന്വിതോ ബലം കുതഃ കിം ച കഥം ച കസ്യ ച. അടുത്ത ശ്ലോകം. ത്വം ബലവാനസി ചേത് താവത് പ്രഥമം ആത്മനിയന്ത്രണം കുരു ഇതി നിർദ്ദിശതി. ശരി, ഇനി നീ ബലവാനാണെങ്കിൽ, ത്വം ബലവാനസി ചേത്, നീ ബലവാനാണെങ്കിൽ പ്രഥമം എന്ത് ചെയ്യണം, ആദ്യം നീ എന്താ ചെയ്യണ്ടേ, ആത്മനിയന്ത്രണം കുരു, ആത്മനിയന്ത്രണം ചെയ്യണം. സ്വയം നിയന്ത്രിക്കാൻ, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനാവണം എന്നാണ് പറയുന്നത്. ബലം മഹദ്വായതി യേന മന്യസേ കുരുഷ്വ യുദ്ധം സഹ താവദിന്ദ്രിയൈഃ ജയശ്ച തേത്രാസ്തി മഹശ്ച തേ ബലം പരാജയശ്ചേത് വിതഥം ച തേ ബലം. ബലം മഹദ്വായതി യേന മന്യസേ കുരുഷ്വ യുദ്ധം സഹ താവദിന്ദ്രിയൈഃ ജയശ്ച തേത്രാസ്തി മഹശ്ച തേ ബലം പരാജയശ്ചേത് വിതഥം ച തേ ബലം. 9ാമത്തെ സർഗത്തില് 22ാമത്തെ ശ്ലോകമാണിത്. ബലം മഹത് വാ യദി യേന മന്യസേ കുരുഷ്വ യുദ്ധം സഹ താവത് ഇന്ദ്രിയൈഃ ജയഃ ച തേ അത്ര അസ്തി മഹത് ച തേ ബലം പരാജയഃ ചേത് വിതഥം ച തേ ബലം. പദച്ഛേദഃ. മഹദ്വാ, മഹത് അധികം വാ, താവദിന്ദ്രിയൈഃ, താവത് അധികം ഇന്ദ്രിയൈഃ, ജയശ്ച, ജയഃ അധികം ച,
തേത്ര അസ്തി, തേ അത്ര അസ്തി, മഹച്ച മഹത് ച, പരാജയശ്ചേത് പരാജയഃ ചേത്. അന്വയഃ യേന ബലം മഹദ് വാ മന്യസേ യദി താവത് ഇന്ദ്രിയൈഃ സഹ യുദ്ധം കുരുഷ്വ. അത്ര ജയഃ അസ്തി ചേത് തേ ബലം മഹത്, പരാജയഃ ചേത് തേ ബലം വിതഥം ച അസ്തി. എന്താണ് പറയുന്നത്? അങ്ങനെ യേന കേനാപി ഹേതുന ആത്മനോ ബലം മഹത്തരം ഇതി ചിന്തയസി. എന്തെങ്കിലും കാരണം കൊണ്ട് എന്റെ ശക്തിയാണ് മഹത്തായിട്ടുള്ളത് എന്ന് നീ വിചാരിക്കുകയാണെങ്കിൽ ആ സമയത്ത് ആത്മനഃ ഇന്ദ്രിയൈഹി സഹ യുദ്ധം കുരുഷ്വ, അല്ലെങ്കിൽ സമരം കുരുഷ്വ. നീ നിന്റെ ഇന്ദ്രിയങ്ങളോട്, പഞ്ചേന്ദ്രിയങ്ങള് അല്ലെ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് അല്ലെ, അങ്ങനെ ആ നിന്റെ ഇന്ദ്രിയങ്ങളോട് നീ സമരം ചെയ്യൂ. അതില് നീ ജയിക്കുകയാണെങ്കിൽ നിന്റെ ബലം മഹത്തായിട്ടുള്ളതാണ്. അല്ല നീ തോൽക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് നിഷ്ഫലമാണ്, നിന്റെ ബലം എന്നത് നിഷ്ഫലമാണ് എന്നാണ് പറയുന്നത്. നോക്കൂ, യേന ബലം മഹദ്വാ മന്യസേ യദി താവത് ഇന്ദ്രിയൈഹി സഹ യുദ്ധം കുരുഷ്വ. ഇനി നിന്റെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നിന്റെ ബലമാണ് ഏറ്റവും മഹത്തായിട്ടുള്ളത് എന്ന് നീ ചിന്തിക്കുകയാണെങ്കിൽ താവത് ഇന്ദ്രിയൈഹി സഹ, നിന്റെ ഇന്ദ്രിയങ്ങളോട്, നിന്റെ കണ്ണുകളോട്, നിന്റെ ചെവികളോട്, നിന്റെ മുക്കിനോട്, നിന്റെ വായയോട്, നിന്റെ ശരീരത്തോടൊക്കെ എന്ത് ചെയ്യണം? നീയൊന്ന് യുദ്ധം ചെയ്തു നോക്കൂ. അത്ര ജയഃ അസ്തി ചേത്, അവിടെ നിനക്കാണ് ജയം ലഭിച്ചതെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ മനസ്സിനാണ് ജയം ലഭിച്ചതെങ്കിൽ തേ ബലം മഹത്, നിന്റെ ബലം, നിന്റെ ശക്തി മഹത്താണ് എന്ന് അംഗീകരിക്കാം. പരാജയഃ, നിന്റെ മനസ്സ് അവിടെ പരാജയപ്പെട്ടുവെങ്കിൽ, നല്ലൊരു ചിത്രം കണ്ട് നിന്റെ കണ്ണ് നീ മനസ്സുകൊണ്ട് അങ്ങോട്ട് പോവരുത് എന്ന് നിയന്ത്രിച്ചിട്ടും കണ്ണ് അങ്ങോട്ട് പോകുന്നെങ്കിൽ, മനസ്സിനെ കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നീ അവിടെ പരാജയപ്പെടുന്നെങ്കിൽ നിന്റെ ബലം നിഷ്ഫലമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യേന കേനാപി കാരണേന ആത്മനഃ ശക്തിം അധികൃത്യ അഭിമാനഃ അസ്തി ചേത് പ്രഥമമേവ ഇന്ദ്രിയജയം ലബ്ധും പ്രയത്നഃ കരണീയഃ. ഇന്ദ്രിയ സംയമനേ സിദ്ധേ സ്വകീയം ബലം മഹത്തരം ഭവതി. അഥവാ ഇന്ദ്രിയജയേ അശക്തശ്ചേത് ഏതാദൃശം ബലം നിഷ്ഫലമേവ. യേന കേനാപി കാരണേന, എന്തെങ്കിലും കാരണം കൊണ്ട്, ആത്മനഃ ശക്തിം അധികൃത്യ, എന്റെ ശക്തിയെക്കുറിച്ച്, ഞാൻ നല്ല ശക്തനാണ്, എന്റെ ബലം കൊണ്ട് എനിക്കെല്ലാം നേടാൻ കഴിയും എന്ന് സ്വന്തം ശക്തിയെക്കുറിച്ച് അഭിമാനഃ അസ്തി ചെയ്ത്, അഭിമാനമുണ്ടെങ്കിൽ പ്രഥമമേവ, ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇന്ദ്രിയജയം ലബ്ധം പ്രയത്നഃ കരണീയഃ. ഇന്ദ്രിയത്തെ ജയിക്കാൻ, ഇന്ദ്രിയങ്ങളെ, നീ നിന്റെ ഇന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള, അതിനെ നിന്റെ കൺട്രോളിലാക്കാനുള്ള, നിന്റെ മനസ്സിന്റെ കൺട്രോളിലാക്കാനുള്ള യത്നഃ കരണീയഃ, പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. ഇന്ദ്രിയ സംയമനേ സിദ്ധേ സ്വകീയം ബലം മഹത്തരം ഭവതി. ഇന്ദ്രിയത്തെ നമ്മുടെ കൺട്രോളിലാക്കാൻ, മനസ്സിന്റെ കൺട്രോളിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ശക്തി മഹത്തരമാകും, നമ്മുടെ ശക്തി ഏറ്റവും വലുതാവും, മഹത്തായതാവും. അഥവാ അല്ല, അങ്ങനെയല്ല സംഭവിച്ചതെങ്കിൽ, ഇന്ദ്രിയജയെ അശക്തഃ ചെയ്ത്, ഇന്ദ്രിയത്തെ ജയിക്കാൻ നമ്മുടെ മനസ്സിനെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഏതാദൃശം ബലം നിഷ്ഫലമേവ, ഇത്തരത്തിലുള്ള ബലങ്ങൾ എന്ന് വെച്ചാൽ എന്റെ ബലം നല്ലതാണ്, എനിക്ക് ശക്തനാണ് എന്നുള്ള ആ ചിന്ത നിഷ്ഫലമേവ, നിഷ്ഫലമാണ്, ഫലവത്തല്ലാത്തതാണ് എന്നാണ് പറയുന്നത്. ബലം മഹദ്വായതി യേന മന്യസേ കുരുഷ്വ യുദ്ധം സഹ താവദിന്ദ്രിയൈഃ ജയശ്ച തേത്രാസ്തി മഹശ്ച തേ ബലം പരാജയശ്ചേത് വിതഥം ച തേ ബലം. അപ്പോ അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നവരായി തീരണം. മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ഞാൻ ശക്തനാണ്, മനസ്സിനെ അല്ല, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനായി തീരണം എന്നാണ് ഇവിടെ ഈ 5 ശ്ലോകങ്ങളിലൂടെ. നമ്മുടെ ശക്തി ഉണ്ടെങ്കിലും നമ്മൾ ശക്തനാണെന്ന അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ മനസ്സിനെ ജയിച്ചവനായിരിക്കണം, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായിരിക്കണം, നിന്റെ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഈ പാഠഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലെ
പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഠന പ്രവർത്തനാനി പാഠഭാഗസ്ഥാനി പദ്യാനി താളലയാനുസാരം ആലപതു. ഈ കൊടുത്തിട്ടുള്ള പദ്യങ്ങളെല്ലാം താളത്തോടും ലയത്തോടും കൂടെ ആലപിക്കുക എന്ന് ചൊല്ലി നോക്കുക. നവീന പദാനി ചിത്വ ആശയം ലിഖതു. പുതിയ പദങ്ങൾ, നിങ്ങൾ ഈ പാഠഭാഗത്തിലൂടെ പോയപ്പോൾ പുതിയ പദങ്ങൾ നിങ്ങൾക്ക് അതിൽ കണ്ടിട്ടുണ്ടാവും. ആ പദങ്ങൾ എടുത്ത് ടിപ്പണി പുസ്തകത്തിൽ എഴുതുക. അതിന്റെ ആശയവും എന്താണെന്നുള്ളത് എഴുതുക. പദ്യാനാം ഗദ്യക്രമം ലിഖതു. ഈ പദ്യങ്ങളുടെ എല്ലാം അന്വയം എഴുതുക. പദ്യാനാം ആശയം ലിഖതു. ഈ ഓരോ പദ്യങ്ങളും പഠിച്ച സമയത്ത് നമുക്ക് അതിന്റെ ആശയം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. ആ ആശയം എഴുതാനാണ് അടുത്ത പ്രവർത്തനം. ഇഷ്ടതമസ്യ പദ്യസ്യ ആശയം ഉപന്യാസ രൂപേണ ലിഖതു. ഇഷ്ടപ്പെട്ട ഒരു പദ്യത്തിന്റെ ആശയം ഒരു എസ്സേ പോലെ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അതിൽ കൊടുത്തിട്ടുള്ളത് അനുബന്ധ പ്രവർത്തനം എന്ന രീതിയിൽ പ്രാചീന കവികളെയും കാവ്യങ്ങളുടെയും പേര് പട്ടിക പ്രകാരത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്ത, കൃതി എന്നിങ്ങനെ ഒരു പട്ടികയാക്കി എഴുതിയിട്ടുണ്ട്. അശ്വഘോഷന്റെ മറ്റ് 2 കൃതികള് അശ്വഘോഷന്റെ കൃതികള് ബുദ്ധചരിതവും സൗന്ദരനന്ദവുമാണ്. പ്രവരസേനഃ സേതുകാവ്യം, സേതുബന്ധനം, രാവണവധം. ബുദ്ധഘോഷഃ പദ്യചൂടാമണിഃ. കുമാരദാസഃ ജാനകീഹരണം. ഭട്ടിഃ ഭട്ടികാവ്യം, രാവണവധം. ഹരിചന്ദ്രഃ ധർമ്മശർമാഭ്യുദയം. രത്നാകരഃ ഹരിവിജയം. വാസുദേവഃ നളോദയം. പദ്മഗുപ്തഃ നവസാഹസാംഗചരിതം. ബിൽഹണഃ വിക്രമാംഗദേവചരിതം. ക്ഷേമേന്ദ്രഃ രാമായണമഞ്ജരി, ഭാരതമഞ്ജരി, ബൃഹത് കഥാമഞ്ജരി. അപ്പോൾ നമ്മൾ ഈ പാഠത്തിലൂടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഉപദേശങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ വലിയൊരു സുഖമൊന്നും ഉണ്ടാവില്ലെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാവും എന്നാണ് 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. എങ്ങനെയെന്നാൽ ഒരു വൈദ്യൻ എപ്രകാരമാണോ ഒരു രോഗിക്ക് ഇഷ്ടമല്ലാതെ കൂടെ ഭേഷജം കൊടുക്കുന്നത്, ഔഷധം കൊടുക്കുന്നത്, അപ്രകാരത്തിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ രോഗിയുടെ അസുഖം മാറി ആരോഗ്യവാനാവും. അതുപോലെ തന്നെ ഉപദേശങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്കൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ലെങ്കിലും അതിനുശേഷം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വളരെയധികം മുതൽക്കൂട്ടായി മാറും എന്നാണ് 1-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ആയുസ്, ആരോഗ്യം, മൃത്യു മുതലായ കാര്യങ്ങൾ. ആയുസ് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല, ആരോഗ്യം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെ? മൃത്യു നമ്മളെ എപ്പോൾ വേണമെങ്കിലും തേടി വരാം. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഏറ്റവും സ്വസ്ഥനായിരിക്കുന്ന സമയത്ത്, അതായത് ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ ബുദ്ധിയെ ഐശ്വര്യം യുക്തമായിട്ടുള്ള, നമുക്ക് ഐശ്വര്യം തരുന്ന കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധിയെ കേന്ദ്രീകരിക്കണം എന്നാണ് 2-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അന്നപാനങ്ങൾ കൊണ്ടും വ്യായാമം അതേപോലെയുള്ള വിശ്രമം മുതലായവയൊക്കെ അധികമായാലും അതെ, കുറവായാലും അതെ, തീരെ ചെയ്യാതിരുന്ന, തീരെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തെ അത് ബാധിക്കും. ഒരുപാട് വിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ അത് ബാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തില്, നമ്മുടെ ശരീരം കൊണ്ട് ഞാൻ ബലവാനാണ് ഇന്ന്, ഇവയെല്ലാം ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു എന്നിരിക്കെ ഞാൻ ശക്തിമാനാണ് എന്ന് മനുഷ്യൻ അഹങ്കരിക്കുന്നതിൽ എന്താണ് കാര്യം എന്നാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 4-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? പരസ്പര ആശ്രയത്വം, അതാണ് വേണ്ടത് എന്ന് പറയുന്നു. എന്താണ്? നമ്മൾ തണുത്തിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ചൂട് കിട്ടാനായിട്ട് തോന്നും, അല്ലെ? ചൂടിനെ നമ്മൾ ആശ്രയിക്കും. വല്ലാതെ ചൂടെടുത്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് തണുപ്പ് എവിടെന്നെങ്കിലും കിട്ടുമോ എന്നുള്ളത് നമ്മൾ നോക്കും. വിശന്നിരിക്കുമ്പോൾ ഭക്ഷണത്തെ ആശ്രയിക്കും. ദാഹിച്ചിരിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളത്തെ ആശ്രയിക്കും. അങ്ങനെ പരസ്പരം ആശ്രയത്വത്തിലൂടെ മാത്രമാണ് നമ്മുടെ ജീവിതം. അല്ലാതെ ഞാൻ എൻ്റെ ശക്തി കൊണ്ട് എൻ്റെ വിശപ്പിനെ അടക്കും എന്ന രീതിയിലല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ ശക്തി കൊണ്ട് എനിക്ക് വിശപ്പിനെ അടക്കാൻ കഴിയില്ല. കാരണം ഭക്ഷണത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിശപ്പ് അടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമ്മൾ പരസ്പര ആശ്രയത്വം നമ്മുടെ ഗുണങ്ങളിൽ, നമ്മുടെ സ്വഭാവത്തിൽ വരുത്തണം എന്ന് ഓർമ്മിപ്പിക്കുന്നു.
അവസാനം പറയുന്നത് ഇനി ഏതെങ്കിലും വിധേന നീ ബലവാനാണെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നീ ആദ്യം നിന്റെ മനസ്സിനെ മനസ്സുകൊണ്ട് നിന്റെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ശ്രമിക്കണം. അവയുമായിട്ടൊരു യുദ്ധം ചെയ്യൂ. ആ യുദ്ധത്തിൽ നീയാണ് ജയിക്കുന്നതെങ്കിൽ, നിന്റെ മനസ്സാണ് ജയിക്കുന്നതെങ്കിൽ നിന്റെ ബലം, നിന്റെ ശക്തി മഹത്തായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ആ ബലം കൊണ്ട്, നിന്റെ ശക്തി കൊണ്ട് യാതൊരു ഫലവുമില്ല. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മനസ്സുകൊണ്ട്, സ്വന്തം മനസ്സുകൊണ്ട് സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവരായി മാറാൻ ശ്രമിക്കുക. അങ്ങനെ ബലവാന്മാരായി മാറാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പാഠഭാഗം അവസാനിപ്പിക്കുകയാണ്. വന്ദേ സംസ്കൃതമാതരം.